ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ജയന്തിയക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. ഏത് ഫുഡാണെങ്കിലും മക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടാക്കിയിട്ട് എടുത്ത് ഇപ്പോൾ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൂടെ, അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഫൈനലി ഞാൻ പറഞ്ഞ് അക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ 2 സ്വീറ്റാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അക്ക ഫുഡ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സുഖം, അതിൽ നിന്ന് കിട്ടുന്ന ലെഫ്റ്റ് ഓവർ മൊത്തം ഞാൻ കഴിച്ചു തീർക്കും. അതിപ്പോൾ വീഡിയോ എടുക്കണമെന്നില്ല, അല്ലെങ്കിലും എനിക്ക് ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ എന്തോ അക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈഫിൽ. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ആളുടെ ലൈഫിലൊരു മാറ്റങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനൊരു കാരണമാവാൻ എനിക്കും പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ എന്ന് എനിക്ക് തോന്നി. പക്ഷേ നാളെ അക്ക എന്തായിട്ട് ഈ ഒരു ഫീൽഡിൽ എന്തായിട്ടുണ്ടെങ്കിലും അത് അക്കയുടെ കഴിവുകൊണ്ട് മാത്രമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓവർനൈറ്റ് സക്സസ്സിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു, എക്സാമിന് തോറ്റു പോകുന്നത് ഒരു തെറ്റല്ല, പക്ഷേ നമ്മളൊരു എഫേർട്ടും ഇടാതെ പഠിക്കാതെ പോയി തോറ്റാൽ അതാണ് തെറ്റ്. നീ എത്ര പഠിച്ചിട്ടും നിനക്ക് ലാസ്റ്റ് എക്സാമിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം നിനക്ക് മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിഷയമാക്കണ്ട, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അക്കയുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ എവിടെയെങ്കിലും ടാഗ് ചെയ്യാം. ഓക്കെ, ബൈ.